ಈದ್ ಉಲ್ ಫಿತ್ರ್ ಹಬ್ಬದ ಆಚರಣೆಯ ಮಧ್ಯೆ ಸುಡು ಬಿಸಿಲನ್ನು ಲೆಕ್ಕಿಸದೆ ಮಂಜೇಶ್ವರ ರಾಗಂ ಜಂಕ್ಷನ್ನಲ್ಲಿ ಸ್ಥಳೀಯರು ಅನಿರ್ದಿಷ್ಟಾವಧಿ ಮುಷ್ಕರದಲ್ಲೇ ತೊಡಗಿಸಿಕೊಂಡರು. ರಸ್ತೆ ದಾಟಲು ವ್ಯವಸ್ಥೆಯನ್ನು ಕಲ್ಪಿಸಿಕೊಡುವಂತೆ ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿ ಹೋರಾಟ ಸಮಿತಿಯ ನೇತೃತ್ವದಲ್ಲಿ ಸ್ಥಳೀಯರು ನಡೆಸುತ್ತಿರುವ ಪ್ರತಿಭಟನೆ 45 ದಿವಸಕ್ಕೆ ಕಾಲಿಟ್ಟರೂ ಈ ತನಕ ಸಂಬಂಧಪಟ್ಟವರಿಂದ ಯಾವುದೇ ಪ್ರತಿಕ್ರಿಯೆ ಲಭಿಸದೇ ಇರುವುದು ಸ್ಥಳೀಯರಲ್ಲಿ ಇನ್ನಷ್ಟು ಆತಂಕಕ್ಕೆ ಕಾರಣವಾಗಿದೆ. ಜಾತಿ ಧರ್ಮವನ್ನು ಮರೆತು ನಡೆಯುತ್ತಿರುವ ಪ್ರತಿಭಟನೆಯಲ್ಲಿ ಮಂಜೇಶ್ವರದ ನಾಗರಿಕರು ಹಬ್ಬದ ದಿನದಂದು ಮಸೀದಿಯಲ್ಲಿ ವಿಶೇಷ ಪ್ರಾರ್ಥನೆಯನ್ನು ಮುಗಿಸಿ ಬೇರೆಯೆಲ್ಲ ಕೆಲಸಗಳನ್ನು ಬದಿಗಿಟ್ಟು ಧರಣಿಯಲ್ಲಿ ಪಾಲ್ಗೊಂಡಿದ್ದು ವಿಶೇಷವಾಗಿತ್ತು. 45 ದಿವಸ ಕಳೆದರೂ ಮೌನವನ್ನು ಪಾಲಿಸುತ್ತಿರುವ ಸಂಬಂಧಪಟ್ಟವರ ನಡೆಯನ್ನು ವಿರೋಧಿಸಿ ಹೋರಾಟ ಸಮಿತಿ ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಅಮರಣಾಂತ ಉಪವಾಸ ಪ್ರತಿಭಟನೆ ನಡೆಸಲು ಸಿದ್ಧತೆಗಳನ್ನು ನಡೆಸುತ್ತಿರುವುದಾಗಿಯೂ ಹೋರಾಟ ಸಮಿತಿಯು ತಿಳಿಸಿದೆ. മഞ്ചേശ്വരം എന്ന് പറയുന്നത് വെറും ഒരു 5 വർഷം കൊണ്ട് ഉണ്ടായതല്ല. ഇവിടെ കാലങ്ങളായി ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാർക്കും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികൾക്കും ഇവിടുത്തെ ഭരിക്കുന്ന എല്ലാവർക്കും അറിയാം. മഞ്ചേശ്വരം എന്ന് പറഞ്ഞാൽ പേരും പ്രസിദ്ധമായ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഈ മഞ്ചേശ്വരത്തിന്റെ റെയിൽവേ സ്റ്റേഷന് അതുപോലെ തന്നെ ഇവിടെ പേരും പ്രസിദ്ധമായ ഗോവിന്ദപ്പൈ ഗവൺമെന്റ് കോളേജ് ഉണ്ട്, ലോ കോളേജ് ഉണ്ട്. ഈ സ്ഥലത്തിനെ ഏത് രീതിയിലാണ് അവഗണിച്ചു പോകുന്നതെന്ന് നിങ്ങൾ പറയേണ്ടതുണ്ട്. ഇവിടുത്തെ ജനപ്രതിനിധികൾ പറയണം. ഇല്ല എങ്കിൽ തീർച്ചയായും ഈ പെരുന്നാളിന്റെ ഈ പുണ്യമായ ഈ പെരുന്നാളിന്റെ ആഘോഷിക്കേണ്ട ഈ സമയത്ത് ഞങ്ങളെ ഈ തെരുവിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട MLA നിങ്ങളോടാണ് പറയുന്നത്, പ്രിയപ്പെട്ട MP നിങ്ങളോടാണ് പറയുന്നത്. തീർച്ചയായും നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ഇത് ഞങ്ങൾ നിങ്ങളിലേക്ക് വോട്ടിങ്ങിലൂടെ ഞങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് തീർച്ചയായും ഇത് ഞങ്ങളുടെ ഒരു വ്യക്തിയുടെ ആവശ്യമല്ല. ഇവിടെ വന്നിരിക്കുന്ന പലർക്കും വാഹനങ്ങളുണ്ട്, അവരുടെ ആവശ്യമല്ല, ഈ നാടിന്റെ ആവശ്യമാണ്. ഇവിടെ വരുന്ന തലമുറ അല്ലെങ്കിൽ ഇവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്. ഇവിടേക്ക് പോകുന്ന ഉമ്മമാരുടെ ആവശ്യമാണ്. ഇവിടെ കടന്നു പോകുന്ന അക്കന്മാരുടെ ആവശ്യമാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഇവിടുത്തെ പ്രായമുള്ളവരുടെ ആവശ്യമാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് 10 20 പേരുകളുടെ ഒരു ആവശ്യമല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം കൃത്യമായി തന്നെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ മഞ്ചേശ്വരത്തിന്റെ മുഴുവനും ജനങ്ങളുടെ മുമ്പിലും ഞങ്ങൾ അവതരിപ്പിക്കും. ഇവിടുത്തെ പ്രതിനിധികൾ, ഇവിടുത്തെ MLAയും ഇവിടുത്തെ MPയും ഞങ്ങളെ പെരുന്നാൾ ദിവസം ഞങ്ങൾ ഇവിടെ തെരുവിലിരുത്തി സമരം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന് മറുപടി നൽകുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിയ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിൽക്കുന്നു. ജയ് ഹിന്ദ്. ശേഷം അവർ ഞങ്ങളുടെ സേവകരാണ് എന്ന അധികാരികൾ തന്നെയാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇത് പഠിക്കാതെ ജാഗ്രതയോടുകൂടി ഈ സമരത്തിൽ പിന്നിട്ടിരിക്കുന്നത്. അപ്പൊ ചോദിക്കും, ഇവിടെ സമരം ഇല്ല, നിങ്ങൾ വിജയിച്ചില്ല, ഇതിന്റെ ഉത്തരവാദികൾ ആരാണ്? ഇവിടെ ഞങ്ങൾ സമരം നടത്തിയില്ല എങ്കിൽ ഞങ്ങൾ ഉറപ്പായും പറയുന്നു, ഞങ്ങൾ ജയിപ്പിച്ചയച്ച ജനപ്രതിനിധികളുടെ പരാജയമാണ്. പരാജയമല്ല, നിങ്ങൾക്ക് ഒരു അവസ്ഥയും സാഹചര്യമുണ്ടാകാൻ. ಮಂಜೇಶ್ವರ ರಾಗಂ ಜಂಕ್ಷನ್ನಲ್ಲಿ ನೂತನವಾಗಿ ನಿರ್ಮಾಣಗೊಂಡ ಷಡ್ಪಥ ರಸ್ತೆಯಲ್ಲಿ ಪ್ರತಿಯೊಂದು ಅವಶ್ಯಕ್ಕೂ ರಸ್ತೆ ದಾಟಬೇಕಾದ ಅನಿವಾರ್ಯತೆ ಇದೆ. ಈ ನ್ಯಾಯಯುತವಾದ ಬೇಡಿಕೆಗೆ ಸ್ಪಂದನೆ ಸಿಗದೇ ಇರುವುದು ಸ್ಥಳೀಯರ ಆಕ್ರೋಶಕ್ಕೆ ಕಾರಣವಾಗಿದೆ. ಪ್ರತಿಭಟನೆಗೆ ಮಂಜೇಶ್ವರ ಗ್ರಾಮ ಪಂಚಾಯತ್ನ ಅಧ್ಯಕ್ಷೆ ಜೀನ್ ಲವಿನಾ ಮೊಂತೆರೋ, ಸ್ಥಾಯಿ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷ ಯಾದವ ಬಡಾಚೆ, ಬಿಜೆಪಿ ನೇತಾರ ಹರಿಶ್ಚಂದ್ರ ಮಂಜೇಶ್ವರ, ಹೋರಾಟ ಸಮಿತಿಯ ನೇತಾರರಾದ ಅಶ್ರಫ್ ಬಡಾಚೆ, ಜಕರಿಯಾ, ಜಬ್ಬಾರ್ ಬೆಹರಿನ್, ಸಂಜೀವ ಶೆಟ್ಟಿ, SM ಬಶೀರ್, ನಯನಾರ್ ಮೊದಲಾದವರು ನೇತೃತ್ವ ನೀಡಿದರು. ರೆಹಮಾನ್, V4 ನ್ಯೂಸ್, ಮಂಜೇಶ್ವರ.